നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇക്വിറ്റി വാല്യുവേഷന്റെ 4ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമുക്ക് വാല്യുവേഷൻ നടത്താൻ പറ്റുള്ള ഡേറ്റ എവിടെ നിന്നെല്ലാം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ആനുവൽ റിപ്പോർട്ടിനെ നമ്മൾ ആശ്രയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ റിപ്പോർട്ട് ആധികാരികമായിട്ടൊരു രേഖയാണ്. കൂടാതെ ആനുവൽ റിപ്പോർട്ട് പലപ്പോഴും ഒരു തേർഡ് പാർട്ടി അപ്രൂവൽസ് ഉള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ അപ്രൂവൽ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താരതമ്യേന കൂടുതൽ പേരുടെ കൺകറൻസ് ഉള്ളത് കൊണ്ട് അതിൽ തിരിമറികൾ കുറവായിരിക്കും എന്ന് കരുതപ്പെടുന്നു. ഇത് കരുതപ്പെടുന്നത് മാത്രമാണ്, കുറവല്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം കാണിക്കുന്നത്. എങ്കിൽ കൂടിയും ആനുവൽ റിപ്പോർട്ട് തന്നെയാണ് ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആധികാരികമായിട്ടുള്ള ഒരു രേഖ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വാല്യുവേഷൻ നമുക്കൊരു കമ്പനിയെ രണ്ട് തരത്തിൽ നടത്താം. ഒന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വാല്യുവേഷൻ ആയിട്ട് നടത്താം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നടത്താം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ്, ടാഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്പേഴ്സ് ആയിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവയെല്ലാം എടുത്തിട്ട് വാല്യുവേഷൻ നടത്തുന്നതാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വാല്യുവേഷൻ. സാധാരണ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് വാല്യുവേഷൻ താരതമ്യേന എളുപ്പമാണ്. കാരണം നമ്പേഴ്സ് എല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ ഈ നമ്പറൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. 10,000 അനലിറ്റിക്സ് സോഫ്റ്റ്വെയർസും പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ് താൻ. പക്ഷെ ഈ നമ്പേഴ്സ് തരുന്ന ഇൻഫറൻസ് എന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് വാല്യുവേഷൻ കൂടി നടത്തിയിട്ട് രണ്ടും കൂടി സംയോജിച്ചെങ്കിൽ മാത്രമേ നടത്തുകയുള്ളൂ. ക്വാളിറ്റേറ്റീവ് വാല്യുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ, അത് മുമ്പോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, നമ്പേഴ്സ് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ചിലർ പറയും എനിക്ക് നവ്യ നായരെയാണ് ഇഷ്ടം, ചിലർ പറയും എനിക്ക് ശോഭനയെയാണ് ഇഷ്ടം, ചിലർ പറയും എനിക്ക് നയൻതാരയാണ് ഇഷ്ടം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകില്ല. അതേസമയം നമുക്ക് ഏറ്റവും ശക്തിയുള്ള ആൾ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പലപ്പോഴും നമുക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്കം നൽകാൻ കഴിയും. ഇയാൾ 250 കിലോ പൊക്കാൻ കഴിവുള്ള ആളാണ്, മറ്റേ ആൾ 150 കിലോയെ പൊക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്പേഴ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പം നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതും ടാഞ്ചബിൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത നമുക്ക് ക്വാളിറ്റേറ്റീവ് എന്ന് പറയാം. നമുക്കൊരു ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഡേറ്റയും നമുക്ക് കിട്ടും. ക്വാളിറ്റേറ്റീവ് അനാലിസിസിനുള്ളതും കിട്ടും, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിനുള്ളതും കിട്ടും. അപ്പം ക്വാളിറ്റേറ്റീവ് അനാലിസിന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ മിക്ക ആനുവൽ റിപ്പോർട്ടിൽ അതും കൊടുക്കാറുണ്ടാകും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻവെസ്റ്റർ മീറ്റുകൾക്കുള്ളിൽ വരാൻ പോകുന്ന ഭാവിയിലെ കുറിച്ചുള്ള പ്ലാനുകളെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചും പ്രൊമോട്ടേഴ്സ് പങ്കുവയ്ക്കുന്നത്, ഇവയെല്ലാം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയായിട്ട് നമുക്ക് കരുതപ്പെടാവുന്നതാണ്. അതേസമയം തന്നെ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞ ഡേറ്റ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യൽസിന്റെ അകത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും, ബാലൻസ് ഷീറ്റ് വരും, ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇവയെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയായിട്ട് നമുക്ക് കരുതപ്പെടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് ഉള്ള ഒരു ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഘടകങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, ഈ ഡേറ്റ നമുക്ക് ഒന്നിച്ച് എടുത്തെങ്കിൽ മാത്രമേ ഇവ ലാസ്റ്റ് നമുക്ക് ഒരു ഫിനാൻഷ്യൽ മോഡലിംഗ് നടത്തിയിട്ട് നമുക്കൊരു ടോട്ടൽ വാല്യുവേഷൻ നടത്താൻ കഴിയൂ. നിർഭാഗ്യവശാൽ ഒരു അലോപ്പതി കാപ്സ്യൂൾ കഴിച്ചിട്ട് പെട്ടെന്ന് വാല്യുവേഷൻ പുറത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും നടക്കാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില 2 മിനിറ്റിന്റെ അകത്തുള്ള വീഡിയോയ്ക്കും 3 മിനിറ്റുള്ള വീഡിയോയ്ക്കും ഒക്കെ നിങ്ങൾക്ക് 2 മിനിറ്റിനുള്ളിൽ വാല്യുവേഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയാറുണ്ട്. അവ പലപ്പോഴും ബ്രെയിൻ ട്യൂമർ വന്നിട്ട് തലവേദന വരുമ്പോൾ പാരസിറ്റമോൾ കഴിച്ചിട്ട് ആ വേദന ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം എല്ലാവർക്കും ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യുവേഷൻ സീരീസ് കാണുന്നത് പ്രധാനമായിട്ടും കുറെ സ്റ്റുഡൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു മാനേജറിയൽ ഡിസ്കഷന്റെ പല പാരാമീറ്റേഴ്സും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ദീവാൻ ഹൗസിംഗ് ഫിനാൻസിന്റെ അവരുടെ ഏറ്റവും അവസാനത്തിന്റെ മുമ്പുള്ള ആനുവൽ റിപ്പോർട്ട്, അതിന്റെ ലിങ്ക് ഈ ഒരു കമന്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ ഭാവി പ്രവചിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. നമുക്കറിയുന്ന പോലെ തന്നെ ദീവാൻ ഹൗസിംഗ് ഫിനാൻസ് ഇപ്പോഴില്ല, ബുക്സ് എല്ലാം പിന്നീട് താറുമാറായി. പക്ഷെ ഈ ഒരു ആനുവൽ റിപ്പോർട്ട് അത് പ്രകാരം ബുക്സിന് ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ട് വലിയ കുഴപ്പങ്ങളില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രവചനം സാധ്യമാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഓവർവ്യൂ പ്രാധാന്യം അറിയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് ഓവർവ്യൂവിലാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അടുത്ത ഒരു വർഷത്തേക്കുള്ളതോ അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസുകളെ കുറിച്ചോ അവരുടെ പദ്ധതികളെ കുറിച്ചോ ഒക്കെ വിവരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അകത്ത് തന്നെയായിരിക്കാം ചിലപ്പോൾ കമ്പനിയുടെ റിസ്കുകളെ കുറിച്ചും പ്രതിപാദിക്കുന്നത്. അതേസമയം ഈ കമ്പനി പറയുന്നത് എല്ലാം നമ്മൾ വിശ്വസിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഒരു പ്രധാന ഒരു ഘടകമാണ്. എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ കോർപ്പറേറ്റ് ഓവർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പല ഡേറ്റയും വിശ്വസിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മളത്
ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എന്തെല്ലാം നല്ലതാണ്, എന്തെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എത്തരത്തിൽ വേണം അത് ഒരു വാല്യുവേഷനിലേക്ക് എടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഓവർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് എവിടെ കാണാമെന്ന് നോക്കാം. പല പല പേരുകളിലായിരിക്കും പല ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് ഇത് കാണുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ HULന്റെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു ആനുവൽ റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ എടുത്ത് നോക്കാം. ഈ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കോർപ്പറേറ്റ് ഓവർവ്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ താഴെ HUL അറ്റ് എ ഗ്ലാൻസ്, ആർ സ്ട്രാറ്റജി, ജിയോഗ്രഫിക്കൽ പ്രസൻസ്, അതായത് കമ്പനി എവിടെയൊക്കെ ഉണ്ട്, സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സ്, അതേപോലെ കമ്പനിയുടെ പ്രോഡക്ട്സിനെ കുറിച്ച്, മറ്റുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് പെർഫോമൻസ് ഓവർവ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഗവേണൻസ് ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്, സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് മൊത്തത്തിൽ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിട്ട് കരുതപ്പെടാവുന്നതാണ്. ഈ HULന്റെ കേസിന്റെ അകത്താണെങ്കിൽ കോർപ്പറേറ്റ് ഓവർവ്യൂവിൽ നമുക്ക് കാണാൻ കഴിയും HULനെ കുറിച്ചും കൺസ്യൂമേഴ്സിനെ കുറിച്ചും ഷെയർ ഹോൾഡർ വാല്യൂവിനെ കുറിച്ചും അവരുടെ ESGയെ കുറിച്ചും എല്ലാം ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് HULന്റെ ഓരോ ഷെയറും ഹോൾഡ് ചെയ്യുന്ന ഓരോരുത്തരെയും അഭിമാനപുളകിതരാക്കുക എന്നുള്ളതാണ് ഒരു ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും മിക്ക കമ്പനികളും മുന്നിൽ വെക്കുന്ന ഒരു കാര്യം. ഉദാഹരണമായിട്ട് 9 out of 10 ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ യൂസ് 1 or more ഓഫ് അവർ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 90% ആളുകൾക്കും 90% വീടുകളിൽ HULന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. മോർ ദാൻ 75% ബിസിനസ് ഗെയിനിങ് പെനിട്രേഷൻ. HULന്റെ 8 ബ്രാൻഡുകൾ കാന്താർ ലിസ്റ്റ് ഓഫ് മോസ്റ്റ് വാല്യൂഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. അതുപോലെ എംപ്ലോയീസിനെ കുറിച്ച് പറയുന്നു, എംപ്ലോയർ ഓഫ് ദ ചോയ്സ് ആയിട്ട് നമ്പർ 1 എംപ്ലോയർ ഓഫ് ദ ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ESGയെ കുറിച്ചും എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ 3.2 ട്രില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ്. ഫിനാൻഷ്യലിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പറയുന്നു 60,000 കോടി രൂപ ടേൺ ഓവർ, 10,000 കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, 42 രൂപ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ എവിടെയൊക്കെയാണ് ഉള്ള പ്രസൻസ്, അവരുടെ ഓഫീസുകൾ എന്നതിനെ കുറിച്ച് പറയുന്നു, വാല്യൂ ക്രിയേഷൻ മോഡലുകളെ കുറിച്ച് പറയുന്നു, പുറത്തുള്ള പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്താണെന്നതിനെ കുറിച്ച് പറയുന്നു. HULന്റെ എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഗോൾസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. B2B കോമേഴ്സ് അതിലേക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നു. ഇയേഴ്സ് റിവ്യൂ നടത്തുന്നു. സെഗ്മെന്റ് വൈസ് അനാലിസിസ്, കാരണം HULനെ സംബന്ധിച്ച് FMCG എന്ന് പറയുന്നെങ്കിൽ കൂടിയും അതിനകത്ത് പേഴ്സണൽ ഹൈജീൻ മുതൽ ഹെൽത്ത് ഡ്രിങ്ക്സ് വരെ ഇരിക്കുന്നു. ചാനൽസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. റെഡി ടു ഈറ്റ് ഫുഡ് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഐസ്ക്രീം ബ്രാൻഡുകൾ, അതുപോലെ ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഡക്ട്സ് ഇവയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി വളരെ പ്രോസ്പെക്റ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ അതിൻ്റെ അകത്ത് റിസ്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ പ്രൈസിങ്ങിനെ കുറിച്ചുള്ള ഒരു അനിശ്ചിതാവസ്ഥ, അതേപോലെ കമ്പനിക്ക് കോമ്പറ്റീറ്റേഴ്സ് നിന്ന് വരുന്ന വെല്ലുവിളികൾ ഇവയൊക്കെയാണ്. ഇത് 2024 ആനുവൽ റിപ്പോർട്ടാണെന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ HULനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു വർഷം ഈ പറഞ്ഞ ആനുവൽ റിപ്പോർട്ടുമായിട്ട് പെർഫോമൻസ് മാച്ച് ചെയ്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എടുത്തു നോക്കുക. ഇതൊരു സ്റ്റോക്ക് അനാലിസിസ് അല്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഭാവിയിലേക്ക് എത്തരത്തിലാണ് ബിസിനസിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. ചില കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം ഒരു ചടങ്ങ് പോലെ എന്തോ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് ഇറക്കി എന്നുള്ളത് മാത്രമേ കാണൂ. അത് കാണുമ്പോൾ ആ ഒരു ഇംപ്രഷനാണ് നൽകുന്നത്. അതായത് കമ്പനി വെറുതെ ലിസ്റ്റ് ചെയ്യാണ്, എന്തൊക്കെയോ ട്രേഡിംഗ് അവിടെ നടത്തിയിട്ട് ഇൻസൈഡ് ട്രേഡിംഗ് ഒക്കെ നടത്തി കുറച്ച് റിപ്പോർട്ടേഴ്സിന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇത്തരത്തിലുള്ള കമ്പനിയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ വളരെ കാശ് മുടക്കി നല്ല കൺസൾട്ടന്റിനെ വെച്ച് നല്ല ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കി വർണ്ണശബളമായ പേജുകളൊക്കെ കൊടുത്ത് ഉണ്ടാക്കുന്ന എല്ലാ ആനുവൽ റിപ്പോർട്ടുകളും നല്ലതാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മാനേജ്മെന്റ് ഡിസ്കഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് MD&A എന്ന് പറയുന്ന ഇതിനകത്ത് വളരെ വലിയ വലിയ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കി, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കിട്ടുന്ന മറ്റൊരു വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റർ മീറ്റുകൾ കമ്പനി സംഘടിപ്പിക്കുന്നത്, ഇൻവെസ്റ്റർ പ്രസന്റേഷൻസ് നടത്തുന്നത്. ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ഓരോ കഷ്ണവും മുറിയൊക്കെയാണ് പല പേപ്പറിന്റെ അകത്തും പലതായിട്ട് വരുന്നത്. ചിലപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സിഗരറ്റ് കമ്പനി മൗറീഷ്യസിൽ പോയിട്ട് പുകയില കൃഷി നടത്താൻ പോകുന്നു, കഞ്ചാവ് കൃഷി നടത്താൻ പോകുന്നു, അപ്പൊ അതുകൊണ്ട് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ്. ഇതെല്ലാം കേട്ട പാതി കേൾക്കാത്ത പാതി കുറെ പേര് ഓടിച്ചെന്നത് വാങ്ങിക്കും. പക്ഷെ ഈ പറയുന്നതെല്ലാം നടപ്പിലാക്കാവുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതാണ് വാല്യൂഷനെ ബാധിക്കുന്ന മറ്റൊരു കാര്യം. കാരണം പലപ്പോഴും കുറെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ പലപ്പോഴും പലരുടെയും മാനേജർ ഡിസ്കഷൻ ആകട്ടെ, അതേപോലെ ഇൻവെസ്റ്റർ മീറ്റ് ആകട്ടെ, ഇതിന്റെ അകത്തെല്ലാം മുമ്പോട്ട് വരും. ഇതെല്ലാം വലിയൊരു പരിധി വരെ വാല്യൂഷനെ ബാധിക്കും. മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോറീസ്, ഈ കഥകൾ പറയുന്നത്, നറേഷൻ എന്ന് പറയുന്നത് വാല്യൂഷനെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയും സ്റ്റോറീസ് ആണ്, നറേഷൻസ് ആണ്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കമ്പനിയുടെ വാല്യൂഷനെ ബാധിക്കുന്ന കാര്യമാണ്.
വെറും നമ്പേഴ്സ് മാത്രമല്ല. പണ്ടത്തെ ഒരു പഴമൊഴി, ഇംഗ്ലീഷ് പഴമൊഴി ഓർമ്മയുണ്ടാവും, വെൻ കോമൺ സെൻസ് മീറ്റ്സ് ഡിസെപ്ഷൻ റിയാലിറ്റി ബ്രേക്സ് ഇല്യൂഷൻ എന്നാണ് പറയാറ്. അതായത് സാമാന്യ ബോധം മിഥ്യാധാരണയെ കണ്ടുമുട്ടുമ്പോൾ യാഥാർത്ഥ്യം തോന്നലുകളെ ഇല്ലാതാക്കുന്നതാണ്. കാരണം പല മാനേജർ ഡിസ്കഷനോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള പ്രൊമോട്ടർ മീറ്റിങ്ങോ ഒക്കെ കഴിയുമ്പോൾ വലിയ വലിയ കഥകളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ആ കഥകളൊക്കെ നമ്മളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിലപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ വെറും ഇല്യൂഷൻ ആണെന്നുള്ളത് തിരിച്ചറിവിലേക്ക് വരും. അപ്പോൾ ആ ഒരു സാമാന്യ യുക്തിയാണ് പലപ്പോഴും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി വേണം. ചെറിയൊരു ഉദാഹരണം പറയാം. ഈ കമ്പനിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. ഇതിലെ അവസാന പോയിന്റ് നോക്കുക. ദ കമ്പനി ഈസ് അണ്ടർഗോയിങ് എ 400 crore കാപെക്സ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം FY 25 to 27, significantly enhancing its capabilities and reshaping the future outlook. 400 കോടി രൂപയുടെ കാപെക്സ് സ്പെൻഡിങ് 3 വർഷം കൊണ്ട് നടത്തുന്നു എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ഏകദേശം 134 കോടി രൂപ ഓരോ വർഷവും സ്പെൻഡ് ചെയ്യുന്നു ലീനിയർലി എന്ന് വേണം കണക്കാക്കാൻ വേണ്ടി. ഈ കമ്പനി മോശമില്ലാത്ത വലിയൊരു കടത്തിലാണ്. ആലോചിച്ച് നോക്കുക, 400 കോടി രൂപയുടെ കാപെക്സ് സ്പെൻഡിങ് നടത്തണമെങ്കിൽ അത് നടത്താനുള്ള വഴി എന്താണുള്ളത്? അഥവാ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഏതെങ്കിലും ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് ബോറോയിങ്, അതിന്റെ പലിശ നിരക്കൊക്കെ ഏത് നിരക്കിലായിരിക്കും? അത്തരത്തിലുള്ള വലിയ ഉയർന്ന പലിശയ്ക്ക് കടം വാങ്ങിച്ചിട്ട് മെഷീനറി വാങ്ങിച്ചാൽ അത് ലാഭകരമായിട്ട് പര്യവസാനിക്കുമോ? പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. പക്ഷെ എത്രത്തോളം പ്രായോഗികമാക്കാം, റിയാലിറ്റി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ല. ഇവിടെയാണ് നമ്മൾ മാനേജർ ഡിസ്കഷന്റെ യുക്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത്. ചില മാനേജർ ഡിസ്കഷൻ്റെ അകത്തൊക്കെ നമ്മൾ കാണാൻ കഴിയും, വളരെ ഉയർന്ന റവന്യൂ മാർക്കറ്റ് പൊസിഷനൊക്കെ പലപ്പോഴും ക്ലെയിം ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലരൊക്കെ മാനേജറിയൽ ഡിസ്കഷൻ്റെ അകത്ത് പറയും അൺപാരലൽഡ് ഗ്രോത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ലീഡർ ഇൻ എ സ്പെസിഫിക് സെക്ടർ എന്നൊക്കെ പറയും. പക്ഷെ ആ പറച്ചിലിന്റെ അകത്തൊന്നും ഡാറ്റ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. വെറുതെ അങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്ന പോലെ തന്നെ ചില കമ്പനികളൊക്കെ പറയും ഹയർ ദാൻ ആവറേജ് ഇൻഡസ്ട്രി ഗ്രോത്ത് എന്ന് പറയും. പക്ഷെ കമ്പനി കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ട് വളരെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഡിക്ലൈൻ ചെയ്യുകയായിരിക്കും. അതേപോലെ ചിലരുടെ ക്ലെയിംസ് ഒക്കെയാണ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള റവന്യൂ പ്രോഫിറ്റ് ടാർഗറ്റ്സ് ഒക്കെ പറയും. ഈ വർഷം ഉണ്ടായ റവന്യൂ ചിലപ്പം 50 കോടി രൂപയായിരിക്കും, 500 കോടിയാകും അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞ് പ്രൊജക്ഷൻ ഒക്കെ കൊടുക്കും. എങ്ങനെ എന്തെന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും കൊടുക്കില്ല. പക്ഷെ ഇതൊരു ഹെഡിങ് വരുമ്പോഴത്തേനും എല്ലാവരും ഓടിച്ചാടി പോയിട്ട് ആ ഷെയറുകളൊക്കെ വാങ്ങിക്കും. വാല്യുവേഷൻ നടത്തുന്നവർ ഈ കെണിയിൽ പെടരുത്. ഷെയർ വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ ഒരു കമ്പനിയെ വാല്യുവേഷൻ നടത്താനാണ് ഇരിക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കെണികളിലൊന്നും വീഴരുത്. കമ്പനി പുതുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ, അതോ പുതുതായിട്ട് കാപെക്സ് നടത്തിയിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടന്നിട്ട് അതിന്റെ റവന്യൂസ് വരാൻ പോകുന്നുണ്ടോ എന്നിവയെ കുറിച്ചെല്ലാം ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് മാത്രം ഈ പറഞ്ഞത് വിശ്വസിക്കാൻ പോകുക. അതേപോലെ തന്നെ ചിലർ പറയും, ഞാൻ നേരത്തെ ആ ഒരു പ്രസന്റേഷനിൽ കാണിച്ച പോലെ എക്സ്പാൻഷൻ പ്ലാൻസ്. പക്ഷെ അതിൻ്റെ അകത്ത് എക്സ്പാൻഷൻ പ്ലാൻസ് കൊണ്ട് റവന്യൂ ഒക്കെ വരുന്നതായിട്ടൊക്കെ കാണിക്കും. പക്ഷേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചോ അത് നടത്താനുള്ള വഴികളെ കുറിച്ചോ കയ്യിൽ ക്യാഷ് സർപ്ലസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ വാല്യുവേഷൻ നടത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതേപോലെ പറയുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രി റിപ്പോർട്ട്സ് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യുക. ഇൻഡസ്ട്രി റിപ്പോർട്ട്സ് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ പല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ പല ഏജൻസീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പല ഫോർകാസ്റ്റ് ഉണ്ടാവും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്നു അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ എബിറ്റയുടെ മാർജിൻസ് ഒക്കെ 50 ഇരട്ടിയാവും. ഇൻഡസ്ട്രി റിപ്പോർട്ട്സ് എടുത്ത് നോക്കുക, എന്താണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതുമായിട്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ കമ്പനി പിന്നെ ഇത് എങ്ങനെയാണ് ഇത്ര വലിയൊരു റവന്യൂ ഒക്കെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. മറ്റൊരു കാര്യമാണ് വെൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ മീറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ റിയാലിറ്റി അറൈസ് എന്നാണ്. അതായത് ഈ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഇത്രയും റവന്യൂ കൊണ്ടുവരും, 10 ഇരട്ടിയാക്കും ഞാൻ എന്റെ വരുമാനം, 10 ഇരട്ടിയാക്കും ഞാൻ എന്റെ മാർജിൻ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബാലൻസ് ഷീറ്റിന്റെ അകത്ത് കാണുന്നുണ്ടോ, ഫിനാൻഷ്യൽ ഡാറ്റയ്ക്കകത്ത് കാണുന്നുണ്ടോ, റവന്യൂ ഗ്രോത്ത് കാണിക്കാനുള്ള വല്ല പ്രോഡക്ട്സും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക കമ്പനിയുടെ സെയിൽസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്നിവയെ കുറിച്ച് അതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എടുത്തു നോക്കുക. എന്നിട്ട് ഈ പറയുന്ന ക്ലെയിംസുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം വന്നിരുന്നിട്ട് ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നു, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിങ്ങൾ എന്നെ കാണാതിരുന്നു, ഞാൻ ഒന്ന് ചന്ദ്രന്റെ ഒരു ടൂറിന് പോയിട്ട് വന്നതാണ്. ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്കാകില്ല. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഒരു കാര്യം ചെക്ക് ചെയ്താൽ പറയാനാവും, പത്രങ്ങളിൽ എവിടെയെങ്കിലും മലയാളി ആയിട്ടുള്ള ഒരാൾ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലയോ, അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല, ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള വലിയ ചെലവുണ്ട്, ഇയാൾക്ക് ഇത്രയൊക്കെ ചെലവ് വഹിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടോ ഇല്ലയോ. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ മസ്റ്റ്
മീറ്റ് വിത്ത് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. രണ്ടും രണ്ട് വഴിക്ക് പോകേണ്ടതല്ല. ഒരു വാല്യുവേറ്ററെ സംബന്ധിച്ച് രണ്ടും ഒന്നിച്ചു ചേർക്കണം. രണ്ടും പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മിഥ്യാധാരണകൾ യാഥാർത്ഥ്യവുമായിട്ട് കൂട്ടിമുട്ടില്ല. മറ്റൊരു കാര്യം, പല മാനേജ്മെന്റ് ഡിസ്കഷന്റെ അകത്തും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലരൊക്കെ വളരെ ചെറുതായിട്ടോ എവിടുന്നെങ്കിലും പലതരത്തിൽ പാരഫ്രൈസ് ചെയ്തിട്ടൊക്കെ മാത്രമേ റിസ്ക് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് പെർഫോമൻസിന്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സെയിൽസ് കുറഞ്ഞു വരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മാർജിൻ പ്രഷേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടി വരുന്ന കടത്തെ കുറിച്ചോ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും കാര്യമായിട്ട് മാനേജറിയൽ ഡിസ്കഷനിലകത്ത് പറയില്ല. അത് വെറും ഫിനാൻഷ്യൽ ഡേറ്റയിൽ മാത്രം ഒതുക്കി നിർത്തും. അതുപോലെ തന്നെ ചില ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ വന്ന നഷ്ടങ്ങൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഏതൊരു വീഡിയോക്കകത്ത് ഞാൻ ഏതൊരു കമ്പനിയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതൊരു കമ്പനിക്ക് പണം കൊടുത്തു, അത് റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആ വർഷം ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് കാണുന്നില്ല. അതുപോലെ തന്നെ റെഗുലേറ്ററി പെനാൽറ്റീസ്, ചെറിയ കമ്പനി ഒന്നുമല്ല, വലിയ കമ്പനി ആയിട്ടുള്ള വേദാന്ത ഉൾപ്പെടെ റെഗുലേറ്ററി പെനാൽറ്റീസ് മാനേജർ ഡിസ്കഷന്റെ അകത്ത് മെൻഷൻ ചെയ്യാറേ ഇല്ല ഒരിക്കലും. അതുപോലെ ചിലർ പറയും നമ്മൾ കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സുമായിട്ട് പോയി കോസ്റ്റ് റിഡക്ഷൻസിന് വേണ്ടി മുമ്പോട്ട് കണ്ടുവെക്കുന്നു. പക്ഷെ എവിടെ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊന്നും എടുത്ത് പറയുന്നുണ്ടാവില്ല. നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യും, എവിടെ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതുപോലെ മാർജിൻ ഇംപ്രൂവ്മെന്റ്സ് ആണ് പലരുടെയും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. മാർജിൻ ഇംപ്രൂവ് ചെയ്യും, പക്ഷെ എങ്ങനെ അതിനെക്കുറിച്ചൊരു ഉത്തരം നൽകില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിലേക്ക് പോകണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോട്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ അത് ചെറുതായിട്ടാണ് കൊടുക്കാറുള്ളത്. എന്തിനേറെ പറയുന്നു, വലിയ ഓഡിറ്റിംഗ് കമ്പനികൾ പോലും ഇപ്പൊ അത് നോട്ട്സ് എന്ന് പറഞ്ഞ് ചെറുതായിട്ടാണ് കൊടുക്കാറുള്ളത്. സാധാരണ ഫോൺസിനേക്കാളും ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് പലപ്പോഴും ഈ നോട്ട്സ് എടുത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒളിച്ചു വെക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് റിസ്കുകളൊക്കെ നമുക്കൊന്ന് പിടികിട്ടും. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ തന്നെ കഴിഞ്ഞ മുമ്പത്തെ ഒക്കെ ആനുവൽ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് കമ്പനി ഈ റിസ്കുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അതിൽ നിന്ന്. പിന്നെ ചില കമ്പനികളുടെയൊക്കെ മാനേജർ ഡിസ്കഷന് അവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, ഇപ്പൊ ചില ഫെയിലിയർ അവർ മുമ്പോട്ട് പറയും. പെർഫോമൻസ് നല്ലതല്ലായിരുന്നു കഴിഞ്ഞ വർഷം, നമുക്ക് വിചാരിച്ചത്ര മാർജിൻസ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില പ്രശ്നങ്ങളിൽ മാത്രം ആയിട്ട് അവരങ്ങോട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ മാർജിൻസോ അല്ലെങ്കിൽ റവന്യൂസോ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ ഉയർന്ന ഇൻഫ്ലേഷൻ കൊണ്ടും റോ മെറ്റീരിയൽ കോസ്റ്റ് കൊണ്ടും നമുക്ക് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയതുകൊണ്ട് മാർജിൻസ് വളരെ മോശമായി പോയി. അതുപോലെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവിടെ യുദ്ധം ഉണ്ടായിരുന്നു, ഇവിടെ യുദ്ധം ഉണ്ടായിരുന്നു എന്നെല്ലാം പറയും. ഈ കാരണങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൂടി ഒരു അനലൈസ് ചെയ്ത് നോക്കുക, ഇത് ശരിയാണോ? എന്തുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് ഒരു പ്രത്യേക വർഷം താഴേക്ക് പോയി, അതിന് ജെന്യുവൻ ആയിട്ട് ഉള്ളൊരു കാരണം കോവിഡ് ആണെങ്കിൽ ആ കമ്പനിയുടെ വാല്യുവേഷൻ കുറയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ആ ഒരു പ്രത്യേക വർഷത്തെ പ്രത്യേക പ്രതിഭാസം മാത്രമാണ്. അതേസമയം കമ്പനിയുടെ ജനറൽ ബിസിനസ് സ്ട്രാറ്റജിയും ട്രെൻഡും അതാണെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ വാല്യുവേഷൻ നടത്തുന്നത് ഈ ഒരു പ്രത്യേക കമ്പനിയെ, ഈ ഒരു പ്രത്യേക കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ മേജറോ അക്വിസിഷനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭാവിയിലേക്കുള്ള ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ നോക്കിക്കാണേണ്ടത്, ഭാവിയിലെ പ്രോസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ഇഷ്യൂ മാത്രം നോക്കി വെച്ചിട്ട് ആ കമ്പനിയെ വാല്യുവേഷൻ നടത്താതിരിക്കുക. അതേപോലെ തന്നെ കമ്പനി ഐസൊലേറ്റഡ് ഇഷ്യൂസ് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാരണത്തെ പറഞ്ഞിട്ട് ഇത് മാത്രമാണ് ഞങ്ങളുടെ കുഴപ്പമെന്ന് ചില കുട്ടികൾ മാർക്ക് പറഞ്ഞതിനെ കുറിച്ച് പറയുന്ന പോലെ അങ്ങനെ പറയുന്ന കമ്പനികളെ അവയും സൂക്ഷിച്ചുകൊള്ളുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാനേജർ ഡിസ്കഷന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്, ചില ഡേറ്റ മാനേജർ ഡിസ്കഷന്റെ അകത്ത് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഇത്ര അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മാനേജർ ഡിസ്കഷന്റെ അകത്ത് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റോർ സെയിൽസ് ഗ്രോത്തിനെ കുറിച്ചായിരിക്കും. കാരണം ഓഫ്ലൈൻ സ്റ്റോഴ്സ് മാത്രം മാനേജ് ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ. അതേസമയം അത് മാറിയിട്ട് അഡ്ജസ്റ്റഡ് റവന്യൂ ഗ്രോത്ത് എന്നായിരിക്കും ചിലപ്പോൾ ഈ വർഷം പറയുന്നത്. കാരണം ഓൺ സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കാര്യമായിട്ടില്ല എന്നർത്ഥം. അതുപോലെ ഓരോ തവണയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മെട്രിക്സസ് ഓരോ വർഷവും മാറ്റിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക മെട്രിക്സ് സെയിൽസ് ഗ്രോത്ത് എടുത്ത് കാണിക്കാൻ മാത്രമില്ല, പക്ഷേ പ്രോഫിറ്റ് മാർജിൻ കാര്യമായിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കോഷ്യസ് ആവുക ആ കമ്പനിയുടെ വാല്യൂഷൻ നടത്തുമ്പോൾ. നമ്മൾ നടത്തുന്ന വാല്യൂഷൻ കൂടി പോകുമോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കോവിഡ് കൊണ്ട് എഫക്ട് ആയി എന്നൊക്കെ പറയുമ്പോൾ അതേ സെക്ടറിൽപ്പെട്ട കോമ്പറ്റീറ്റേഴ്സിന്റെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കുക, അവരും എഫക്റ്റഡ് ആയോ ഇല്ലയോ. ഇനി ഇവർ പറയുന്നത് സത്യം തന്നെയാണെങ്കിൽ കോവിഡ് കൊണ്ട് എഫക്റ്റഡ് ആയെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റീൽ കമ്പനി അവർ പറയുന്നു ഞങ്ങൾക്ക് കോവിഡ് കൊണ്ട് ഈ വർഷത്തെ സെയിൽസ് എഫക്റ്റഡ് ആയി. അതേസമയം തന്നെ മറ്റൊരു സ്റ്റീൽ കമ്പനി എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു എഫക്റ്റ് വന്നിട്ടില്ലെങ്കിൽ അത് നമുക്കൊരു മാനേജ്മെന്റ് ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു കൊള്ളരുതായ്മയായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ നടത്തുക.
മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗ്യാപ്പ്, അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസിന്റെ അകത്ത് പെടാത്ത ചില ടേംസ് ഒക്കെ ആയിരിക്കും മാനേജീരിയൽ ഡിസ്കഷൻ്റെ അകത്ത് ഉപയോഗിക്കുക. കാരണം ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പബ്ലിക് ലിമിറ്റഡ് കമ്പനി എങ്ങനെ വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തവും വടിവത്തതുമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മാനേജറിയൽ ഡിസ്കഷന്റെ അകത്ത് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ഒരു കള്ളിയൊക്കെ വരയ്ക്കുന്നതിനോ അല്ലെങ്കിൽ പറയുന്നതിന് വരെ പറയും പ്രൊഫോമ പ്രോഫിറ്റ് ദാറ്റ് വി ആർ എക്സ്പെക്ടിങ് ഈസ് 18 crores എന്നൊക്കെ പറയും. പ്രൊഫോമ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് സിമുലേറ്റ് ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് കിട്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്, അതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തേക്ക് കുറഞ്ഞു പോയെങ്കിലും നമ്മൾ പുറത്തേക്ക് പറയുന്നത് പ്രൊഫോമ പ്രോഫിറ്റ്സ് കൂടി വരും എന്നുള്ളത് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കൂടി വരികയാണ്. പക്ഷെ ഈ പറയുന്ന ഓരോ ടേംസും നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ചില കമ്പനികളൊക്കെ ഒരു പ്രത്യേക ടേം ഉപയോഗിക്കും, വൺ ടൈം ഗെയിൻ എന്ന് പറഞ്ഞു. വൺ ടൈം ഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ചിലപ്പോൾ സംഭവിക്കാറ് കമ്പനിയുടെ അസറ്റ് എല്ലാം എടുത്ത് വിറ്റിട്ട് കിട്ടുന്ന ഗെയിനൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഗെയിൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതുമായിട്ട് വളരെ ഇംപ്രസ്ഡ് ആവും. പക്ഷെ ഒരു വാല്യുവേറ്റർ ഒരിക്കലും അതിൽ ഇംപ്രസ്ഡ് ആകരുത്. ഓരോ വാക്കുകളും സൂക്ഷിച്ച് മാത്രം അനലൈസ് ചെയ്യുക. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യുവേറ്റർ എപ്പോഴും ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദോഷെതിർക്കായിരിക്കണം എന്നാണ്. ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാല്യുവേറ്റർ ഇരിക്കേണ്ടത്. ഒരു ഓഡിറ്ററെ പോലെ തന്നെ ജുഞ്ചംവാല പറഞ്ഞതുപോലെ തന്നെ എ വെൽ റിട്ടൺ ആനുവൽ റിപ്പോർട്ട് ഡസ് നോട്ട് ഓൾവേസ് മീൻ എ വെൽ പെർഫോം കമ്പനി. റിപ്പോർട്ടിനെ മാത്രം നമ്മൾ കമ്പനിയെ വാല്യുവേഷൻ നടത്താൻ പാടില്ല. അപ്പൊ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.